ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകൾ അയക്കുകയാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ എന്ത് വ്യവസ്ഥ മാറ്റുമെന്ന് പറഞ്ഞോ? ഞാൻ എന്താ പറയും ഇയാൾ പറയും, ഞാൻ പറഞ്ഞു പറയും, ഇയാൾ പറയും. അല്ലല്ല നോക്കൂ, ഞാൻ പറഞ്ഞെന്താ, ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയാണല്ലോ തീരുമാനിച്ചുള്ളത്. ഈ 2 കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ. അത് നടക്കും ചെയ്യും. 2 ദിവസം സമയം വേണം, അതാണ് പ്രശ്നം. നോക്കൂ, ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഇതിൻ്റെ ഞാനൊരു തർക്കത്തിനില്ല. സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു. അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു, പോലീസിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു. അതോടൊപ്പം തന്നെ LSTD, ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് വരുന്നു. പക്ഷേ 20 ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 ദിവസം വൈകിട്ടുണ്ട്, 1-2 ദിവസം വൈകിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലസ് പോയിൻറ്റ് ശനിയും ഞായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ അപേക്ഷ അവർ വെക്കും. അവരും വന്ന് പരിശോധിച്ച് പോയതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കുറേ ആയാലും ഇതിൻ്റെ തുടങ്ങിയിട്ട് ഈ കളി നടക്കും. ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചോ തീരുമാനിച്ച കാര്യമാണ്.